അട്ട എന്ന് പറഞ്ഞാൽ അഴുക്കിൽ ജീവിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച്. എന്നിട്ട് അവരുടെ ടവറിന്റെ ഒരു ഹൈറ്റ് പറഞ്ഞിത്ര 22 മീറ്ററോ, ഇതെന്തൊരു ഡിമോണിക് നമ്പറാണ്, പൈശാചികമായ ഒരു കളി നടത്തുന്ന ഒരു നമ്പറാണ് പോലും. അദ്ദേഹം കുറേ സംഭവങ്ങൾ പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റ് സംസാരിച്ചിരുന്ന ആ വിഷയം ഞാൻ പറയാം. ഫോട്ടോ അത്യാവശ്യങ്ങൾക്ക് എടുക്കാം, പിന്നെ പ്രദർശിപ്പിക്കുന്നത്, നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അതൊരിക്കലും പാടില്ലാത്തതാണ്. ഇപ്പൊ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു അത്യാവശ്യ വിഷയങ്ങൾ വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർക്കപ്പെടേണ്ട ഒരു സംഗതി നമ്മുടെ മുമ്പിലുണ്ട്, ഹലാലായ സംഗതി, നിന്റെ മൊബൈലിൽ നീ ഓഫ് ചെയ്ത് വെച്ചേക്കണം, ഡിസ്പ്ലേ ചെയ്ത് നടക്കണ്ട. ഒന്ന് കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കണം നല്ലത്. ഇന്നൊരു ഫോട്ടോ ജ്വരം വന്നിട്ടുണ്ട് എപ്പോഴും, എന്താ എവിടെ ചെന്നാലും ഫോട്ടോ സെഷനാണ് പോലെ. വേറെ പറയാൻ ഉസ്താദ് വേറെ പറയാൻ ചെന്നാലും അവിടെ നിന്നിട്ട് ഉസ്താദിന്റെ ഒരു ഫോട്ടോ എടുക്കാം. എന്താ ഇതിന്റെ അർത്ഥം? ഒന്നുമില്ല അതില്, വെറുതെ ഒരു ഫോട്ടോ ജ്വരം. ഇതൊക്കെ നമ്മുടെ ആനിമീങ്ങളൊക്കെ ഒരുപാട് ഡിസ്കറേജ് ചെയ്ത വിഷയമാണ്. ഒരു അനാവശ്യം ചെയ്യാ തെറുക്കുഹുമാലായ ആനി, ആവശ്യമില്ലാത്ത ഒഴിവാക്കുന്നവനാ മുസ്ലിമായ മനുഷ്യൻ. അപ്പൊ അതൊന്നും പ്രോത്സാഹിപ്പിക്കും. പിന്നെ അതിൽ മറ്റു ആണുങ്ങളോ മറ്റു പെണ്ണുങ്ങളോ ഉള്ള ഓപ്പോസിറ്റ് ജെൻഡറിനെ സംബന്ധിച്ച് അതൊക്കെ ഹറാമാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്. ദഅവത്തിന്റെ വിഷയത്തിൽ ഡോക്യുമെന്ററി ചെയ്യാറുണ്ട് ചിലർക്ക്. ഇസ്ലാമിക വിഷയങ്ങളിൽ ചില ഡോക്യുമെന്ററികൾ നടക്കും, ഡോക്യുമെന്റേഷൻ നടക്കും. ഇന്നത്തെ മീഡിയ എന്ന നിലയ്ക്ക് നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റൂല. അങ്ങനെ പറയാണ്. അതായത് ഇപ്പൊ വീഡിയോ ചെയ്യാൻ പറ്റുമോ? നിക്കാഹ് എന്തിനാ വീഡിയോ ചെയ്യുന്നത്? കല്യാണം എന്തിനാ വീഡിയോ ചെയ്യുന്നത്? അതും നല്ല വിഷയം. ഒരു ഇസ്ലാമികമായ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറഞ്ഞു, യോൾട്ട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു മിനി ഇസ്ലാമിക് ഫിലിം ഉണ്ട്. ഫിലിം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റേ ഉള്ളത്, 5 മിനിറ്റോ 6 മിനിറ്റോ. യോൾട്ട്, യു ഓൺലി ലിവ് ചോയ്സ് എന്നതിന്റെ അർത്ഥം. അത് യോൾട്ട് എന്ന് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് അപ്പൊ വരും. ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർക്ക് നല്ലൊരു മെസ്സേജാണ്. മരിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ ചിന്തകൾ, ദുനിയാവിൽ കുതിര കളിച്ച് നടന്നിട്ട് പഠിച്ചോനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു ചെറുപ്പക്കാരൻ, റാബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു കഥ പറയുന്ന, അതൊരു മെസ്സേജാണ്. അതുകൊണ്ട് നന്മ ഉദ്ദേശിക്കപ്പെടുന്നു, കുഴപ്പമില്ല. വീഡിയോ ഇപ്പോൾ വേറെ പറയുന്ന ഒരു ക്ലാസ്സുകളിലൂടെ വീഡിയോ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു നല്ല വശം അതാണ്. ഇതിന് നമ്മൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തും. അത്തരം വീഡിയോകളാണ് ഒരു നല്ല കാര്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്, ഇസ്ലാമികമായ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളതാണ്. അത്തരം ഒരു ഫോട്ടോയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഫോട്ടോ തന്നെ നമ്മുടെ ജീവികളുടെ, നമ്മുടെ മനുഷ്യരുടെ ഇതൊക്കെ ഏറ്റവും കെയർഫുൾ ആയിരിക്കണം എന്നാണ്. അല്ലാത്ത നമ്മൾ നേച്ചർ എടുക്കുന്നു, അത് പ്രദർശിപ്പിക്കുന്നു, അതിന് കുഴപ്പമില്ല. പക്ഷേ ആളുകളുമായി, മനുഷ്യരുമായി, ജീവികളുമായി ബന്ധമുള്ള വിഷയങ്ങളൊക്കെ ഒരു ദഅവി പർപ്പസ് ഉള്ള വിഷയങ്ങൾ. ഹാറൂൻ യഹ്യ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പറയല്ല. അദ്ദേഹത്തിന്റെ ചില നന്മകളൊക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ചില ഡോക്യുമെന്ററികളൊക്കെ സയൻസും ഖുർആനും പഠിക്കാൻ സഹായിക്കും. അത് അലിമ്യങ്ങൾ തന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിമർശനം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അത്തരം രീതികളിൽ നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ആകത്തുകയായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാമോ? പറ്റില്ല എന്നാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ചിലപ്പോൾ ഷെയ്ഖന്മാരുടെ ഫോട്ടോ നമ്മൾ ഹാങ് ചെയ്തു. അത് രാജ്യത്തിന്റെ ഒരു റൂളിംഗ് ആണ്. ഇപ്പൊ സ്കൂളുകൾക്കോ ഓഫീസുകൾക്കൊക്കെ അങ്ങനെ റൂളിംഗ് ഉണ്ട്. നമുക്ക് അതിൽ നോ ചോയ്സ്. അല്ലാതെ വാപ്പയുടെ ഫോട്ടോ, വാപ്പ ഉമ്മനെ കല്യാണം കഴിച്ച ഫോട്ടോ ആണെന്ന് പറഞ്ഞ് റൂമിൽ ഹാങ് ചെയ്തിച്ച അതും ചെയ്യരുത്. പക്ഷെ അവിടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ലെന്നാണ്. അപ്പൊ ടിവിയിൽ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ നേരത്തും വരൂലെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന നേരത്ത്, പ്രദർശിപ്പിക്കുന്നിടത്ത്, പ്രദർശിപ്പിച്ച് വെച്ചിടത്ത് എന്ത് ചെയ്യില്ല? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമിയെ കൊടുത്തൊരു ഒരു ക്യാപ്ഷൻ അങ്ങനെയാണ്. ടിവിക്ക് ആ വിഷയം ബാധിക്കും. അതൊക്കെ പിക്ചറുകൾ, മൂവിംഗ് പിക്ചറുകൾ. അതുകൊണ്ട് നമ്മളതിന് മൂവി എന്ന് പറയാൻ കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷെ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അവിടെ മലക്കുകളില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി ഓടും. ഏഷ്യാനെറ്റൊക്കെ ഓണാക്കുമ്പോഴേക്കും പടച്ചോനെ അല്ലെ, എന്താ ഇതൊക്കെ ഉള്ളത്? ഉദാഹരണം പറയാം, അല്ലാത്ത. അപ്പോ കാര്യമായി സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ നിസ്കരിക്കാൻ പാടില്ലാത്ത അവസരം അത് സ്ത്രീകളെ സംബന്ധിച്ചാണ്. അത്തരം സമയത്ത് യാസീൻ ഉൾപ്പെടുന്ന സ്വലാത്ത് കിതാബ് വായിക്കാമോ? പറ്റും. യാസീൻ ഓതണ്ട, അത് ഖുർആനിന്റെ ഭാഗമായതുകൊണ്ട് പറ്റില്ല. അല്ലാത്ത സ്വലാത്തോ ദിക്റൊക്കെ ചൊല്ലാം. സ്ത്രീകൾക്ക് അങ്ങനെ അവരുടെ മെൻസ്ട്രൽ പീരീഡിന്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ദിക്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ ദിക്റായിട്ട് ചൊല്ലാൻ പറ്റും. ആയത്തെക്കുറിച്ച് സാധാരണ ചൊല്ലുന്നതാണ്. അപ്പോൾ പീരീഡിന്റെ സമയത്ത് ദിക്റായിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ്. നമ്മൾ പിന്നെ
സ്ത്രീകളുടെ പള്ളി പോകുന്നത് തെറ്റാണോ എങ്കിൽ മസ്ജിദ് ഹറാം ആൻഡ് മസ്ജിദ് നബവിയിലും സ്ത്രീകൾ നിസ്കരിക്കാൻ പോകുന്നില്ലേ? ചിലർക്ക് ഉത്തമ വീടാണെന്നറിയാം, എങ്കിലും മക്കയിലും മദീനത്തും ഞങ്ങൾ പള്ളിയിൽ നിന്നാണല്ലോ നിസ്കരിക്കുന്നത്. ആയിക്കോട്ടെ, നിസ്കാര സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് വിഷയങ്ങളുണ്ട്. ആൻസർ ചെയ്യാൻ സമയം 11 പള്ളികൾ പുരുഷന്മാരെ സംബന്ധിച്ചാണ് പള്ളികൾ എന്ത് ചെയ്തിട്ടുള്ളത്? പള്ളികളുടെ നിർമ്മാണത്തിന്റെ ലക്ഷ്യം തന്നെ അതാ, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. സൂറത്തു നൂർ നമ്മൾ വിവരിച്ചപ്പോൾ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരാണ് പള്ളിയിൽ പോകേണ്ടത്, അവർക്കാണ് പള്ളിയിലെ നിസ്കാരം അല്ലാഹു തആല ശറഅാക്കിയത്. പക്ഷേ മസ്ജിദുൽ ഹറാമിലോ മക്കയിലോ പോവാണ്, പെണ്ണ് പള്ളിയിൽ കയറിയാൽ പള്ളി അശുദ്ധിയാവുന്നോ പള്ളിയിൽ കയറൽ ഹറാമാണെന്നോ നമുക്ക് ഫത്വ കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വിഷയം ഞാൻ പറയാണ്, കൂലി കിട്ടണോ ഒരു പള്ളിയിൽ നിസ്കരിക്കാവോ? മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തങ്ങൾ ജീവിച്ചിരിക്കെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചർച്ച ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഒരുപറ്റം സ്ത്രീകൾ പോയിട്ടുണ്ട് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയതാ. എന്നിട്ട് പോലും നബി തങ്ങളുടെ ഭാര്യമാരിൽ ഒരാൾ പോലും മസ്ജിദുൻ നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ തങ്ങളോടൊപ്പം ജുമുഅയിലോ ജമാഅത്തിലോ സംബന്ധിച്ചതായിട്ട് ഒരു തെളിവില്ല. അതൊരു ചാലഞ്ചാണ്. പെണ്ണുങ്ങളെ പള്ളിക്ക് ഇങ്ങനെ പോന്നോളേ എന്ന് പറഞ്ഞു കൊണ്ടുപോകണമല്ലൊക്കെ എനിക്ക് മറുപടി തരേണ്ട ഒരു വിഷയമാണ്. നബി തങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ തങ്ങളുടെ കൂടെ, അവിടുത്തെ പള്ളി ഏതാ? മദീനത്തെ പള്ളി, മക്കത്തെ പള്ളി, നമ്മൾ ഈ പറയുന്ന മസ്ജിദുൽ ഹറാം നബവി, അവിടെ ജുമുഅ ജമാഅത്തിന് അവരെ സംബന്ധിച്ചോ? ഇല്ല, ഒരു തെളിവില്ല. അവിടെ നടക്കുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ ഹുജ്റത്ത് തൊട്ടടുത്താണ്, അതല്ല വിഷയം. ഇനി നമ്മൾ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്താ? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ അടിയാത്തികൾ പള്ളിയിലേക്ക് പോകണം എന്ന് ശാഠ്യം പിടിക്കുന്ന നേരം നിങ്ങൾ അവരെ തടയണ്ട. ആയിക്കോട്ടെ, ആ ഹദീസിൽ നമ്മൾ അതിന്റെ പേരിലാകെ ആകത്തല്ല. അവരങ്ങനെ, മറ്റേ കൂട്ടർ ഇങ്ങനെ പറയുന്നു, ഈ സംഘടനക്കാർ ഇങ്ങനെ പറയുന്നു, മറ്റേ സംഘടനക്കാർ ഇങ്ങനെ പറയുന്നു. അതിന്റെ ആകത്തുകയായ അർത്ഥം എന്താ? നമ്മളത് പ്രോത്സാഹിപ്പിക്കാൻ ഒട്ടും പാടുള്ള വിഷയമല്ല. ഒരു പെണ്ണ് അവളായിട്ട് തീരുമാനം എനിക്ക് പോയേ പറ്റൂ, അവളതിന് ശാഠ്യം പിടിക്കാൻ ഒരു ന്യായവും ശറഇലില്ല. ഒന്ന്, അവർ പള്ളി നിസ്കരിച്ചാലും കൂലി, പള്ളി നിസ്കരിച്ച കൂലി, മസ്ജിദുൽ ഹറാമിന്റെ കൂലി, മക്കത്ത് എവിടെ റൂം നിസ്കരിച്ചാലും അവർക്ക് കിട്ടും. ആ വിഷയം അങ്ങനെയാണ്, ഒരു സംശയമില്ല. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന കൂലി ഒരു പെണ്ണിന്, ഹറമിലുള്ള പെണ്ണിന് അവളുടെ റൂമിലോ അവളുടെ ഫ്ളാറ്റിലോ അവളുടെ ഹോട്ടലിന്റെ റൂമിലോ നിസ്കരിച്ചാൽ അവൾക്ക് അല്ലാഹു നൽകും. പക്ഷെ ഒരു പെണ്ണ് പറയാ എനിക്ക് പോണം, നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതല്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ, ഒരു ഉംറക്കോ ഹജ്ജിനൊക്കെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ വരുള്ളൂ. അപ്പോ ആ മസ്ജിദുൽ ഹറാമോ കഅബയൊക്കെ ഒന്ന് കാണാനും ആ പള്ളിയിൽ നിന്ന് ഇരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ടെന്നൊരു പെണ്ണ് പറഞ്ഞ് അവൾ താല്പര്യം പ്രകടിപ്പിച്ചാൽ ഭർത്താവ് തടയേണ്ടതില്ല. ഇത് ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ പല ഫിത്നകളും നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇടങ്ങാറാവുകയാണ്. ഉംറക്ക് പോകുന്ന സമയം, മദീനയിലേക്ക് പോകുന്ന സമയത്താണ് ഈ വിഷയം സാധാരണഗതിയിൽ ഇവിടെ ചോദ്യം വന്ന വിഷയം അത് തന്നെയാണ്. അവർക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല, പള്ളിക്കാരൻ നസാവെന്നൊന്നും നമുക്ക് ഒരു ആലിമിനും പറയാൻ കഴിയില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് പറഞ്ഞ വാക്കതാണ്, ഏതെങ്കിലും ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ ചെയ്തതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ കാണുകയാണെങ്കിൽ ഇവരോടൊന്നും പുറത്തിറങ്ങരുതെന്ന് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറയാൻ റസൂലുള്ളാഹി വഫാത്തായ ഉടനെ പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ നടക്കുന്ന പോലൊക്കെ പറഞ്ഞ എന്താണ് ഇന്നത്തെ അവസ്ഥ? അതുകൊണ്ടാണ് സമസ്തയുടെ ആലിമീങ്ങളൊക്കെ പാടില്ല എന്ന് പറയാൻ കാരണം ഈ ആലിമിയുടെ അഭിപ്രായം കൊണ്ടാണ്. പക്ഷെ മക്കയിൽ എത്തിക്കഴിയുമ്പോൾ, മദീനയിൽ എത്തിക്കഴിയുമ്പോൾ അവർക്കൊരാഗ്രഹം, അള്ളാന്റെ റസൂലിന്റെ പള്ളി ഒന്ന് കാണാനോ, അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സൗകര്യങ്ങളുണ്ട്, അവിടെ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പൊയ്ക്കോട്ടെ, തടയണ്ട, അത്രേ ഉള്ളൂ. അത് നമ്മൾ മദീനയോ ഹറമോ ആയതുകൊണ്ട് ആ മഹത്വം മദീനയിലെയോ ഹറമിന്റെയോ പവിത്രത അങ്ങോട്ട് ജീവിതത്തിൽ പോകൂലല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലല്ലേ പോവുള്ളൂ, നമ്മൾ ഒക്കക്കാരല്ലല്ലോ, മദീനക്കാരല്ലല്ലോ. അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ മാത്രം ആലോചിച്ചുകൊണ്ട് തടയണ്ട എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു സാധാരണ നാട്ടിലെത്തുന്നവർ നമ്മൾ പറയും, പണ്ടൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് സുന്നികളൊക്കെ തുടങ്ങി റോഡ് സൈഡിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം, ആയിക്കോട്ടെ, അത് മറ്റൊരു തുടങ്ങിയതല്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ലേ? അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ഈ പെണ്ണുങ്ങളുടെ യാത്ര തുടങ്ങിയത് എപ്പോഴാ? ഈ 5-8 കൊല്ലങ്ങൾക്കിടയിലാണ് ഇങ്ങനെ വാഹനങ്ങളും യാത്രകളുമായിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പേ എന്റെ തൊട്ടടുത്ത നാട് ഈ മറ്റേ ഒതായി എന്ന് പറഞ്ഞ സ്ഥലം, നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ റഷീദ് സാഹിബിന്റെ അവിടെ
ഞങ്ങൾക്ക് അറിയാവുന്ന കഥ. അവിടെയാണ് ഈ പെണ്ണുങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ എഴുന്നള്ളിച്ചത്. പള്ളി കൊണ്ടുപോയ വിഷയം നടന്നത് അവിടെയാ. ഒച്ചപ്പാട് ബോറൊക്കെ നടന്നത് ഞങ്ങളുടെ 5 കിലോമീറ്റർ ഉള്ളിലാ. ഈ പരിപാടി ശറഅ് ഒരിക്കലും തന്നെ പിന്താങ്ങുന്നില്ല. അത് നിങ്ങൾ ചെയ്യണ്ട. അവർക്ക് കൂലിയല്ല കിട്ടേണ്ടത്. അവർക്ക് പുറകെ നിസ്കരിച്ചാൽ കൂലി കിട്ടുമല്ലോ. ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സംഘം ഉണ്ടാക്കിയിട്ട് കൂടെ അവരെ സംഘടന വലുതാക്കാനോ മറ്റ് ലക്ഷ്യങ്ങളെ കൊണ്ടോ പെണ്ണുങ്ങളെ പുറത്തിറങ്ങിപ്പിക്കല്ല. ഇറങ്ങിയവരെ ഉള്ളിക്കാക്കാൻ കഴിയില്ല. ഇറക്കണമെങ്കിൽ എളുപ്പമാണ്. അപ്പോ ആ രീതിയിലാണ് ശറഇന്റെ വിഷയത്തിൽ സമസ്തയെ പോലെയുള്ള സംഘടനകളൊക്കെ തീവ്രമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ കാരണം അതാണ്. അപ്പോൾ യാത്രകളൊക്കെ തുടങ്ങി, യാത്ര നടക്കുന്നുണ്ട്. നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സൗകര്യപ്പെടുത്തിയ സ്ഥലങ്ങൾ നമ്മുടെ പള്ളികളുടെ പരിസരങ്ങളിലും റോഡ് സൈഡിലൊക്കെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, നിസ്കാരം മുടങ്ങണ്ട. ഏതെങ്കിലും പരിയിലേക്ക് ഞങ്ങളൊക്കെ പോകുന്ന സമയം വല്ല വീട്ടിൽ ഏതെങ്കിലും മുസ്ലിം വീട് കണ്ട അവിടെ നിർത്തിയിട്ട് നിസ്കരിക്കാൻ സൗകര്യം തരുമെന്ന് ചോദിച്ചാൽ ഏത് മുസ്ലിം പുരക്കാരും അതിന് സമ്മതിക്കും. അവരെ നിസ്കരിച്ചാൽ മതി. അതൊന്നും കിട്ടാനില്ലാത്തൊരു സ്ഥലത്താ. അപ്പൊ അതിന്റെ സൂക്ഷ്മതയിലും വിഷയങ്ങളും കാര്യം മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ മറ്റൊരു കുറ്റം വരാണ് ഇവരെ ചീത്ത പറയാനും നടന്നിട്ട് കാര്യം മനസ്സിലാക്കാതെ പോകണ്ട. സംഗതിയുടെ നിജസ്ഥിതി ഇങ്ങനെയാണ്. നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണ്. പക്ഷെ ഹറമേനികളാകുന്ന സമയം ജീവിതത്തിലെ ഒരു അവസരങ്ങളല്ലേ എന്ന് വിചാരിച്ച് അവർക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് അവരായിട്ട് അതിന് മുന്നിട്ടിറങ്ങിയാൽ ആയിക്കോട്ടെ, എന്ത് ചെയ്യണ്ട, തടയണ്ട. കഴിഞ്ഞു നിസ്കാര സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടണില്ല. യാ ഈ കിട്ടണത് ആരാന്ന് പറഞ്ഞാൽ ആർക്കാണ് ഈ ഫുൾ കോൺസെൻട്രേഷൻ കിട്ടേണ്ടത് നിസ്കാരത്തിന്റെ സമയത്ത്? അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം കോൺസെൻട്രേഷൻ തരാൻ. മുഴു സമയവും ഒരു സെക്കൻഡും വിടാതെ അല്ലാഹു അക്ബർ മുതൽ സലാം വീട്ടണ വരെ ഞാൻ അള്ളാഹിന്റെ ഒപ്പമായിരുന്നു എന്ന് ഈ സദസ്സിൽ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ വലിയാണ്. അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനെ കഴിയുള്ളൂ. അങ്ങനെ ഫുൾ ടൈം മനസ്സ് അള്ളാന്റെ ഒപ്പം. അള്ളാഹ് ആൾ ചൊല്ലിയ മുതൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആ മീമ് വരെ റഹ്മത്തുള്ളാഹ് അതുവരെ എന്റെ മനസ്സ് അള്ളാന്റെ ഒപ്പാണ്. പ്രയാസം ഉണ്ടാവും, നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുക. ഒന്ന് അള്ളാഹുവിന് മുമ്പിലേക്കാണ് എഴുന്നേൽക്കുന്ന ഓർമ്മ ഉണ്ടാവുക. വസ്വാസിന്റെ വിഷയങ്ങൾ കുല്ലഅഉറബിനാസും ഓതിയിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. പിന്നെ ഓതുന്ന ഖിറാഅത്തിന്റെയോ ദിക്റിന്റെയോ അർത്ഥങ്ങൾ ആലോചിക്കുക. ഇങ്ങനെയൊക്കെ നിസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ ഉടനെ പറയാൻ പറഞ്ഞ വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ. എന്തായാലും അർത്ഥം, അല്ലാഹുവേ ഞാൻ നിന്നോട് മാപ്പിനെ ചോദിക്കുന്നു റബ്ബേ, ഞാൻ നിന്നോട് മാപ്പിനെ ചോദിക്കുന്നു റബ്ബേ, മാപ്പിനെ എന്താ? ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിസ്കരിച്ചത്. ഇങ്ങനെയൊന്നും അല്ല റബ്ബേ നീ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞങ്ങളെ കൊണ്ടാവണില്ല. അതുകൊണ്ട് വന്നു പോയതിനെ നീ പുറത്തു തരയണമേ. ഇതാ നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം പറയുന്ന ദിക്റാദാ. എന്തിനാണത്? എന്റെ നിസ്കാരം നീ പറഞ്ഞ പോലെ ആയിട്ടില്ല റബ്ബേ, നീ ഇതിനെ കബൂലാക്കണമെന്ന് പറയാനാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل